സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പിടിയിലായ പ്രതികളുടെ മൊഴിയെടുത്ത പോലീസ്. ഹേമചന്ദ്രനെ ബത്തേരിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ച് മർദ്ദിച്ചെന്നും പ്രതികൾ മൊഴി നൽകി. അതേസമയം ഹേമചന്ദ്രന്റെ മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഹേമചന്ദ്രനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നടക്കം പ്രതികൾ മൊഴി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും നിർണായകമായൊരു വിവരം, മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദിന്റെ സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഹേമചന്ദ്രന്റെ കൊലപാതകം നടത്തിയത് എന്ന് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളായ ജ്യോതിഷ് കുമാറും അജേഷും പോലീസിന് മൊഴി നൽകി എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷിന്റെയും ഒപ്പം തന്നെ പോലീസ് ഇൻസ്പെക്ടർ ജിജീഷിന്റെയും എല്ലാം നേതൃത്വത്തിൽ അവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രതികളെ, അതായത് ജ്യോതിഷ് കുമാറിനെയും അജേഷിനെയും ആ ഒരു ചോദ്യം ചെയ്യലിലാണ് ഈ ഒരു മൊഴി അവർ നൽകിയിരിക്കുന്നത്, ഈ ഒരു കുറ്റസമ്മതം അവർ നൽകിയിരിക്കുന്നത്. അതായത് ഇവരുടെ മുഖ്യപ്രതിയായിട്ടുള്ള ഇപ്പോൾ ഗൾഫിലേക്ക് കടന്നിരിക്കുന്ന നൌഷാദിന്റെ പെൺസുഹൃത്തുണ്ട് സുൽത്താൻ ബത്തേരി ബീനാച്ചിയിൽ. അവരുടെ വീട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്. അതിനുശേഷമാണ് ചേരമ്പാടിയിലെ കാപ്പിക്കാട്ടെ വനത്തിനുള്ളിൽ മൃതദേഹം കുഴിച്ചിടുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അതായത് കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് നീലഗിരി ജില്ലയിലാണ് ഈ ചേരമ്പാടി കാപ്പിക്കാട്ടെ വനം മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് കുഴിച്ചിട്ടത്. ഈ പ്രതികൾ കരുതിയത് 1.25 വർഷമായി ഇവരെ, ഈ 1 വർഷത്തോളമായി ഒന്നും ഈ വിവരമില്ലാത്തത് കാരണം പിന്നീട് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് പോലീസിന്റെ കൃത്യമായ അന്വേഷണം എത്തുന്നു. ഈ കാണാതായതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഹേമചന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഊട്ടിയിലെ മെഡിക്കൽ കോളേജിൽ നിന്നും നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ DNA സാമ്പിളുകൾ ഉൾപ്പെടെ ഊട്ടിയിലെ മെഡിക്കൽ കോളേജിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ഇനി DNA പരിശോധനാ ഫലം പുറത്തു വരണം. കാരണം പ്രേമചന്ദ്രന്റെ മൃതദേഹമാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിലവിൽ ഹേമചന്ദ്രനും കുടുംബവും താമസിക്കുന്നത് കോഴിക്കോട് മായനാടുള്ള വാടക വീട്ടിലാണ്. ഒരുപക്ഷെ മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് സാധ്യതയുള്ളത്. ബന്ധുക്കളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടിയും പിന്നീട്, അതായത് അവർ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ പ്രതികരിക്കാനും സാധ്യതയുണ്ട്. ദീപ്തി.